നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താൻ ആതിരയെ വിളിക്കണം, സംസാരിക്കണം, എന്നിട്ട് ആതിരയ്ക്ക് വാക്കു കൊടുക്കണം. ആതിരയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒന്നും സംഭവിക്കില്ല എന്ന്. തന്റെ വാക്കിന്റെ ഉറപ്പിന്മേൽ അവക്ക് സമാധാനം ഉണ്ടാവും. ഇപ്പൊ വിളിക്ക്. എടോ, ഞാനല്ലേ പറയുന്നേ, താൻ വിളിക്ക്. സ്വിച്ച് ഓഫ് ആണല്ലോ. ഹലോ. അമ്മ, ആതിര എവിടെ? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സന്ദീപിന്റെ കാര്യം അറിഞ്ഞത് പിന്നെ അവൾ ആ മുറി കയറി ഒറ്റയിരിപ്പ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നുണ്ടാവും. സമാധാനിപ്പിക്കാവുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ നോക്കി. അവളെ കേൾക്കണ്ടേ? ആഹാരം കഴിപ്പില്ല, വെള്ളം കൂടിയില്ല. അമ്മ, അന്നത്തെ പോലെ അമ്മ ചെന്ന് അവളുടെ കൂടെ ഒന്ന് കിടക്കണം. അതിനവൾ സമ്മതിക്കണ്ടേ? വലുത് മുഖത്ത് നോക്കി പറഞ്ഞ കേട്ട ഭാവം നടിക്കില്ല. എങ്കിലും അമ്മ അവളെ ഒന്ന് നോക്കണം. അവള് വല്ല അബദ്ധവും കാണിക്കാതെ ഒന്ന് നോക്കിയേക്കണം. ഞാനിപ്പോ അങ്ങോട്ട് വരട്ടെ? ഇന്നിനി വരണ്ട മോളെ, ഇത്രയും സമയമായില്ലേ. ഞങ്ങൾ നോക്കിക്കോളാം അവളെ. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഇതോടെ തീർന്നല്ലോ അല്ല. അവക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്നാ അമ്മ വച്ചേക്ക്. അമ്മ അവളെ ശ്രദ്ധിച്ചേക്കണേ. അമ്മ എന്താ പറഞ്ഞത്? ആതിരവിടെ വാതിലടിച്ച് ഒരേ ഇരിപ്പാണെന്ന്, ഒന്നും കഴിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലെന്ന്. എന്റെ പേടി അതല്ല സച്ചേട്ടാ. ചുറ്റും നിന്ന് എല്ലാവരും സന്ദീപിന്റെ അനഘയുടെ കാര്യങ്ങൾ ശരിവെക്കുമ്പോ ഏതെങ്കിലും ഒരു നിമിഷം അത് സത്യമാണെന്ന് നമുക്ക് തോന്നിയ നമ്മൾ ചെയ്തതും ചെയ്യുന്നതും ഒക്കെ വെറുതെ ആവില്ലേ? അമ്മ അവർക്ക് തോന്നരുത്. സന്ദീപിനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് നമ്മളെക്കാളും ആതിരയാണ്. കാരണം സന്ദീപിന്റെ ഭാര്യയാണ് ആതിര. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി ഇത് ശരിയാണെന്നും അവസാനം സന്ദീപിന്റെ അനഘയുടെ കാര്യം എടുത്തി വിവാഹത്തിലേക്ക് എത്തിച്ച പിന്നെ നിസ്സാരമാവില്ലൊന്നും. നിയമപരമായി വിവാഹിതനായ ഒരാൾ ആ ഭാര്യയുമായുള്ള ബന്ധം വേർപെടുത്താതെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് നിയമത്തിന്റെ മുന്നിൽ വലിയ തെറ്റാണ്. നാളെ ഒരു സമയം എന്റെ അനിയനെ എല്ലാവരും അറിയേണ്ടത് ഒരു വിവാഹ തട്ടിപ്പുകാരൻ എന്ന പേരിലാവരുത്. അതിന് എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായി സച്ചേട്ടാ. എല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. അതിനെല്ലാം മുന്നേ എനിക്ക് ആതിര ഒന്ന് കാണണം. എന്നിട്ട് അവക്ക് ഉറപ്പ് കൊടുക്കണം, എന്ത് വന്നാലും അവളുടെ ഭർത്താവിനെ നമ്മൾ തിരികെ കൊടുക്കുമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.